എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വെറുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. നിങ്ങൾ തമ്മിലുള്ള പിണക്കമായിരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫൈറ്റ് കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ, ഡു ദേ ഹേറ്റ് മീ, അങ്ങനെയുള്ള തോന്നലുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ആസ് യൂഷ്വൽ ഞാനൊരു 3 ഫയൽ വെക്കുന്നുണ്ട്, സോ ദാറ്റ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതൽ റീഡിങ്ങും ഒരു ക്ലാരിറ്റിയും വരും. അപ്പം നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വെറുപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റത്തെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നില്ല, അതല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും സമയത്ത് നടക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു ടൈം ലൈൻ ഉണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി അത്ര ഹാപ്പി അല്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ട് നമുക്കറിയാം, ക്രൗൺ താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് അവർ തലയിലേക്ക് നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ വെറുക്കുന്നില്ല, പക്ഷേ നിങ്ങളോട് ആ പഴയൊരു അടുപ്പം ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. എന്തെങ്കിലും വിഷമങ്ങളോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടാകുമ്പം പൊതുവെ നമ്മൾ ചെയ്യുന്നത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ലവ് ലൈഫ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ഏത് റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ സത്യമായ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളെപ്പോഴും മറന്നു പോകുന്ന കാര്യം അതാണ്. സത്യസന്ധമായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യം മറ്റൊരാളെ വിഷമിപ്പിക്കാതെ, പക്ഷേ എന്നാൽ ആ സെയിം പോയിൻറ്റ്സ് നമുക്ക് അവരോട് പറയാനായിട്ടും സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്യൂ എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ വ്യക്തി പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. സെക്കൻഡ് വിഡ്രോൺ ആണ്, സിംഗിൾ ലോൺലി സോളിറ്ററി. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ കൊണ്ട് നമുക്കറിയാം ചുറ്റുമൊന്നുമില്ല, ഒറ്റയ്ക്ക് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ശരി തെറ്റ് എന്ന് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അതെല്ലാം റിലേറ്റീവാണ്. ഒരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ മാത്രമാണ് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ആളുടെ ശരിയും തെറ്റും, എല്ലാവരുടെയും ശരിയും തെറ്റും വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ്. നമുക്ക് വേറെ കിട്ടിയിരുന്ന കാർഡ്, അതായത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് ഡിസൈഡ് ചെയ്യണം. അതായത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ അതോ പിരിയണോ എന്നുള്ള ഒരു സിറ്റുവേഷൻ. എനിക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഓൾറെഡി ഹാഫ് പുറത്താണ്. ഇനി ജസ്റ്റ് ഒരു ഡിസിഷൻ മേക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. അത് അടുത്തത് നിങ്ങളുടെ വ്യക്തി പറഞ്ഞു എന്ന് വരാം. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇത് കണ്ടിന്യൂ ആവുള്ളൂ. കണ്ടിന്യൂ ആയാലും സക്സസ്ഫുൾ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇനി അടുത്ത കാർഡ് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹമാണ്, ലോയൽ, ഡെഡിക്കേറ്റഡ് ആണ്, വളരെ പ്രൊട്ടക്റ്റീവാണ്. എപ്പോഴും എന്ത് ചെയ്യുന്നതിന് മുന്നും ഒരുപാട് ആലോചിക്കും. ഭയങ്കര ഫ്രണ്ട്ലി ആണ് നിങ്ങളുടെ വ്യക്തി. ഇത് ലോങ് റണ്ണിലാണ്. അതായത് നിങ്ങൾ ഒരുപാട് വിഷമത്തിലിരുന്നിട്ട് നിങ്ങളെ അതിൽ നിന്നും മാറ്റിയെടുത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആളാക്കി മാറ്റിയ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി.
അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ഫോർ പെർഫെക്റ്റ് ടൈമിങ്. പ്രൊപ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ വിവാഹമാണെങ്കിൽ അതിലേക്ക് സ്ലോലി എത്തും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ വ്യക്തിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് നിങ്ങളെന്താണ് ചെയ്യുന്നത്, സപ്പോസ് ഒരു മെസ്സേജിന് റിപ്ലൈ അയച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കയറിയിട്ട് അവർ അവിടെ ആക്റ്റീവാണോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കേണ്ട സമയം നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യുകയും മെസ്സേജ് അയക്കാൻ പറ്റിയില്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഒട്ടും നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബിസി ആണെങ്കിൽ ഞാൻ ബിസിയാണ് അതുകൊണ്ടാണ് എന്നുള്ളൊരു ഇൻഫർമേഷനെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾ എവിടെ പോകുന്നു അവിടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണുള്ളത്, നിങ്ങളെ വെറുക്കുന്നില്ല. പക്ഷേ നിങ്ങളെ ചില പ്രവൃത്തികൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ വേറെ രീതിയിലാക്കി മാറ്റുന്നുണ്ട്. സ്പൈയിങ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വല്ലാതെ അവർ റെസ്റ്റ്ലെസ്സായി മാറുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ അത് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ആകെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിലൊരു പിണക്കമുണ്ടാവുകയും നിങ്ങളുടെ എല്ലാ അഡ്വാൻസസും അവർ ബ്ലോക്ക് ചെയ്യുകയാണ്. മെസ്സേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഫോൺ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും, മെസ്സേജ് റിപ്ലൈ ഉണ്ടാവില്ല. ഇനി ബ്ലോക്ക് ആക്കിയിട്ടില്ലെങ്കിൽ എത്ര മെസ്സേജ് അയച്ചാലും അവർ റിപ്ലൈ അയക്കില്ല, മൈൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. കാരണം അവരിപ്പോൾ തൽക്കാലം നിങ്ങളോട് മിണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങളോട് വെറുപ്പൊന്നുമില്ല, ഫോർ ടൈം ബീയിങ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിലുള്ള അശ്രദ്ധയോ അങ്ങനത്തെ പല പല കാര്യങ്ങൾ കൂട്ടിയിട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രെയിൻഡാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ലോങ് ജേർണിക്ക് പോകണം, ഒരു യാത്രയ്ക്ക് പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്കൊരു ബ്രേക്ക് വേണം. ബ്രേക്കപ്പ് അല്ല, എല്ലാത്തിൽ നിന്നും മാറി യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സപ്പോസ് യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ യാത്രയൊക്കെ പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളോട് അവർക്ക് യാതൊരു വെറുപ്പുമില്ല, പക്ഷേ അവർക്ക് കുറച്ച് സമയം വേണം. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടുമായിട്ട് നിങ്ങളുടെ വ്യക്തി വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ മിസ്റ്റേക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.